Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിൽ 3ds Maxൽ ഹൈ പോളിഗൺ മോഡൽസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു പ്ലഗിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ 3D സീനുകളിൽ ZBrush, Mudbox, Maya തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിൽ നിന്നും സബ് ഡിവൈഡഡ് മോഡൽസിനെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഹൈ പോളിഗൺ മോഡലിംഗ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് അസറ്റുകൾ യൂസ് ചെയ്യുമ്പോഴും മോഡിഫയർ സ്റ്റാക്ക് കൊളാപ്സ്ഡ് ആയ ഒരു മോഡലിനെ വീണ്ടും റീ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്ത് വളരെ ഈസിയായി ഹൈ പോളിഗൺ മോഡലുകളുടെ സബ് ഡിവിഷൻ ലെവൽസിനെ നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. ഇതിലൂടെ അതിനെ ക്ലീനായി എഡിറ്റ് ചെയ്യാനും മോഡലുകളുടെ UV, അൺറാപ്പിംഗ്, റിഗ് തുടങ്ങിയവ ഈസിയായി ചെയ്യാനും സാധിക്കുന്നതാണ്. ഏതാണ് ഈ ഒരു പ്ലഗിൻ? ഈ പ്ലഗിൻ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഫ്രീ ആയി ആക്സസ് ചെയ്യാം എന്നെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ H Media 3D അക്കാഡമിയിൽ ഓൺലൈൻ ലൈവ് പേഴ്സണൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. 3D കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹൈ പോളിഗൺ മെഷസിനെ ക്ലീൻ എഡിറ്റബിൾ സബ് ഡിവിഷൻസിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനായി ടർബോ റിവേഴ്സ് എന്ന പ്ലഗിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെയറിന്റെ ഹൈ പോളിഗൺ മോഡലാണ് കാണുന്നത്. മോഡൽസിൽ സ്മൂത്ത്നെസ് ആഡ് ചെയ്യുന്നതിനായി ടർബോ സ്മൂത്ത് പോലെയുള്ള മോഡിഫയർസ് ആഡ് ചെയ്യുകയും പിന്നീട് 3D വർക്ക് ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നതിനായി നമ്മൾ ആഡ് ചെയ്ത മോഡിഫയറിനെ കൊളാപ്സ് ചെയ്യുന്നതുമാണ്. പലപ്പോഴും ആ മോഡലുകളെ വീണ്ടും റീ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയും അല്ലെങ്കിൽ ടെക്സ്റ്റേഴ്സിനെ പ്ലേസ് ചെയ്യുന്നതിനായി അൺറാപ്പ് ചെയ്യേണ്ടി വരുന്നതുമാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലുള്ള ഹൈ പോളിഗൺ മോഡൽസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ടർബോ റിവേഴ്സ് എന്ന പ്ലഗിൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു മോഡിഫയർ ആണ്. ഈ മോഡിഫയർ നമുക്ക് ആവശ്യമുള്ള മോഡലുകളിൽ സബ് ഡിവിഷൻ ലെവൽസിനെ തിരിച്ചെടുക്കുന്നതിനായി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്ത് മോഡിഫയർ ലിസ്റ്റിൽ നിന്നും ടർബോ റിവേഴ്സ് എന്ന ഈ ഒരു മോഡിഫയർ അസൈൻ ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു ടർബോ റിവേഴ്സിന്റെ പാരാമീറ്റേഴ്സിൽ ഇറ്ററേഷൻസ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സബ് ഡിവിഷൻ ലെവലിലേക്ക് മോഡൽസിനെ തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ ഒരു ഹൈ പോളിഗൺ മോഡലിങ്ങിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊളാപ്സ് ചെയ്തതിന് ശേഷവും അതിന്റെ സബ് ഡിവിഷൻ ലെവൽ റിവേഴ്സ് ചെയ്ത് ഒരു ലോ പോളിഗൺ മോഡലായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ലഭിച്ച ശേഷം നമുക്കിതിനെ കൺവേർട്ട് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന്റെ UV അൺറാപ്പ് ചെയ്യാവുന്നതുമാണ്. മോഡലിനെ എഡിറ്റ് ചെയ്ത ശേഷം തിരികെ വീണ്ടും അതിനെ ഹൈ പോളിഗൺ ആക്കി മാറ്റുന്നതിനായി ടർബോ സ്മൂത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഹൈ പോളിഗൺ മോഡലിംഗ് ചെയ്യുമ്പോഴും ZBrush, Mudbox, Maya തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിൽ നിന്നും സബ് ഡിവൈഡ് ചെയ്ത മോഡലുകളെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴും ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത മോഡലുകളെയും അതിന്റെ സബ് ഡിവിഷൻ ലെവൽസിനെ തിരിച്ചെടുക്കുന്നതിനായി ടർബോ റിവേഴ്സ് എന്ന പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്ലഗിന്റെ ലിങ്ക് H Mediaയുടെ വാട്സ്ആപ്പ് ചാനലിലും കൂടാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഒരു പ്ലഗിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് 3ds Max ക്ലോസ് ആയിരിക്കേണ്ടതാണ്. 3ds Maxന്റെ 2015 വേർഷൻ മുതൽ 2026 ലേറ്റസ്റ്റ് വേർഷനിൽ വരെ നമുക്ക് ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ 3ds Maxന്റെ വേർഷൻ അനുസരിച്ച് ഇതിൽ നിന്നും ഫോൾഡർ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ 3ds Maxന്റെ 2026 വേർഷനിലാണ് ഞാൻ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3ds Maxന്റെ 2026 എന്ന ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് ആ ഫോൾഡറിനുള്ളിൽ നിന്നും ടർബോ റിവേഴ്സ് എന്ന ഈ ഒരു .dlm ഫയൽ കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള 3ds Maxന്റെ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഫയൽ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. 3ds Max 2026ന്റെ ഇൻസ്റ്റാളേഷൻ ഡയറക്ടറി ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ പ്ലഗിൻസ് എന്ന ഫോൾഡറിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത ഫയലിനെ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി 3ds Max ഓപ്പൺ ചെയ്ത് നമ്മുടെ 3D പ്രൊജക്റ്റുകളിൽ ഹൈ പോളിഗൺ കൊളാപ്സ്ഡ് മോഡലുകളിൽ അതിന്റെ സബ് ഡിവിഷൻ ലെവൽസിനെ തിരിച്ചെടുക്കുന്നതിനായി ടർബോ റിവേഴ്സ് എന്ന ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.